എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് ഗർഭിണികൾക്ക് കഴിക്കാനുള്ള ഒരു ഹെൽത്തി ഫുഡും ഹെൽത്തി ജ്യൂസാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നും അത് എങ്ങനെ തയ്യാറാക്കണമെന്നും നമുക്ക് നോക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയ ചെറുപയറാണ്. രാവിലെ നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞ് അത് ഒരു ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമുക്ക് മുളയോട് കൂടി കിട്ടും. ഈ പരുവത്തിൽ വേണം നമുക്ക് ഫുഡ് തയ്യാറാക്കാനായിട്ട് ചെറുപയർ കിട്ടേണ്ടത്. അപ്പോൾ ഈ പരുവത്തിൽ നിങ്ങൾ ചെയ്തെടുക്കണം. ഇനി വേണ്ടത് നമുക്ക് ആപ്പിളാണ്. ചെറിയൊരു പീസ് ആക്കി നമുക്ക് ഒരു ആപ്പിൾ ഇങ്ങനെ വയ്ക്കാം. ഇനി വേണ്ടത് നേന്ത്രപ്പഴമാണ്. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് തലേ ദിവസം കുതിർത്തി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്, വെള്ളം ഊറ്റി വെച്ചേക്കണതാണ്. ഇനി വേണ്ടത് ബദാമാണ്. ബദാമും നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി തലേ ദിവസം ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കണതാണ്. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഈ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഫുഡിനും ജ്യൂസിനും വേണ്ട സാധനങ്ങളാണ് ഇത് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് പാത്രത്തിലേക്ക് നമുക്ക് ഈ ഗ്ലാസ് പാല് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം സ്റ്റവ് കത്തിച്ച് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. പാല് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പാല് ഒന്ന് ചൂടാറണ വരെ നമുക്ക് ഇത് തണുപ്പിക്കാൻ വയ്ക്കാം. നമുക്ക് ഫുഡ് തയ്യാറാക്കേണ്ട കാര്യങ്ങൾ ചെയ്യാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് നെയ്യ് മാത്രം നമുക്ക് ചേർത്താൽ മതി. നെയ്യ് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുളപ്പിച്ച് വെച്ചേക്കണ ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. സിമ്മ് കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ കുതിർത്താത്ത അണ്ടിപ്പരിപ്പാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുതിർത്തിയ അണ്ടിപ്പരിപ്പല്ല, അത് നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്തത്. ഇത് കുതിർത്താത്ത അണ്ടിപ്പരിപ്പാണ്. ഈ അരിഞ്ഞ് വെച്ചേക്കണം നേന്ത്രപ്പഴം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം നേന്ത്രപ്പഴം ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അതിൻ്റെ വരുന്ന സമയം തീയൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു പരുവത്തിൽ വരുന്നുണ്ട്.
കരിഞ്ഞ് പോവാത്ത രീതിയിൽ വേണം നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ചൂടാറുമ്പോൾ നമുക്കിതിലേക്ക് ഇത്തിരി കണി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ടീസ്പൂണ് കണി ചേർത്ത് നമുക്ക് കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഫുഡും കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഫുഡ് തയ്യാറാക്കി വെക്കുന്നത്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് ജ്യൂസാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. നുറുക്കി വെച്ചേക്കണം ആപ്പിൾ ഇട്ട് കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ബദാമാണ്. ഇനി നമുക്ക് വേണ്ടത് വെള്ളത്തോട് കൂടിയിട്ടുള്ള ഉണക്ക മുന്തിരിങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് നമുക്കത് അടിച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് അരഞ്ഞ് കിട്ടാൻ. ആപ്പിളും ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടതും ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം ചേർന്ന ഒരു മിശ്രിതം നമുക്ക് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഫുഡ് നിങ്ങൾ ദിവസം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാനാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ട് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി അമർത്താം.